വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തെടുക്കുന്നതാണ്. നമ്മള് ചാണകം എടുക്കാൻ വേണ്ടി പാടത്തേക്കൊന്ന് ഇറങ്ങിയാണേ. അത്തത്തിൻ്റെ തലേനാളെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അതിലോട്ട് ഉരതി പിടിപ്പിക്കാൻ ചാണകം വേണമല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റും തൂക്കി ഞങ്ങളുടെ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, കൂടെ എൻ്റെ ഏടത്തി മോളും ഏടത്തി മേടം മകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അച്ചൂസും. മുന്നേയൊക്കെ ഞങ്ങളുടെ വലിയ ഏട്ടൻ്റെ വീട്ടിൽ പശുവും തൊഴുത്തും ചാണകക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാണകത്തിന് തെണ്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പാടത്തുകൂടെ നമ്മൾ പശു എവിടെ, പശുവിൻ്റെ ചാണകം എവിടെയും തിരങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നെയൊക്കെ വരമ്പിക്കൂടെ നടക്കുമ്പോഴേ ചാണകം കണ്ടപ്പോൾ ഐ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അയ്യോ ഇവിടെ ചാണകം എന്നുള്ള ഒരു ചിന്തയിലാണ് കണ്ണും മനസ്സൊക്കെ പറഞ്ഞത് കേട്ടോ. സംഭവം ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല രാവിലെയുടെ ഒരു ഭംഗിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ആ ദൂരെ ഇങ്ങനെ മയിലുകളാണ് നിൽക്കുന്നത് കേട്ടോ. കുറേ മയിലുകളുണ്ട്. അതുപോലെ തത്തകളില്ലേ, അങ്ങനെ നല്ല ഭംഗിയാണ് ഈ ഒരു സമയത്ത് നമ്മളുടെ പാടമൊക്കെ കാണാനായിട്ട്. നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നട്ടപ്രാന്തവും ഒക്കെ വരുന്ന സമയത്ത് മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് ഇതുമാതിരിയുള്ള പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇത്തിരി നേരം തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആയി കിട്ടും കേട്ടോ. പക്ഷേ ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഞാനിപ്പോൾ ഒരു കതിര് കാണിച്ചു തന്നില്ലേ, ആ കതിരൊക്കെ നമ്മൾ എന്തിനാണ് എടുക്കുക അറിയോ? തറയൊക്കെ ഉണ്ടാക്കി അതിൽ പൂവിടണ്ടേ, പൂവിന് പകരം അതൊക്കെ നമ്മൾ ഉപയോഗിക്കും. തുടർന്നുള്ള വീഡിയോസിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പാടത്ത് നിൽക്കുന്ന മഞ്ഞപ്പൂവിനെയാണ് പൂവിടാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കണത്. വേറെ ഒരു വഴിയില്ല. തവണ നമ്മുടെ തൊടിയിലും മരത്തൊന്നും ഒരു ചെമ്പരത്തി പൂ പോലും ഉണ്ടായിട്ടില്ല. മുന്നേക്ക് നമ്മുടെ ആ ഒരു കവുങ്ങുമതിലില്ലേ, ആ ഏരിയ മൊത്തം ചെമ്പരത്തി കൊമ്പ് കുത്തിയിട്ടിട്ട് അതിലൊക്കെ നിറയെ ചെമ്പരത്തിപ്പൂവും കോളാമ്പി പൂവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെടുത്തതിന് നമ്മൾ പൂക്കളെടുത്തിട്ട് ബാക്കിയുള്ളത് തൊട്ടപ്പുറമുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നേ. പക്ഷെ ഇത്തവണ ഒരു പൂ മൊട്ട് പോലും നമ്മുടെ മരത്തില്ല കേട്ടോ. ചാണകം തെരഞ്ഞു പോയി പാടത്തെ അമ്പക്കുട്ടികളെ കണ്ടു എന്നല്ലാണ്ട് ഒരു കുന്തി ചാണകം പോലും കണ്ണുപെട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ ആ പശുക്കളൊക്കെ നിൽക്കുന്ന ഭാഗത്തെ വെള്ളം കെട്ടിക്കുക. അപ്പോൾ ചാണകം ഇട്ടെങ്കിൽ തന്നെ അത് വെള്ളത്തിൽ പരന്ന് കലങ്ങി നമുക്ക് കോരിയെടുക്കാൻ പറ്റില്ല. നമ്മൾ കപ്പിലെടുക്കേണ്ടി വരും. എന്നിട്ട് തരയുടെ മുകളിൽ പാരേണ്ടി വരും. അപ്പോൾ ഈ ഒരു അമ്പക്കുട്ടിയുള്ള ഭാഗത്ത് ഒരു ഇത്തിരി ചാണകം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ സുമിക്ക് കാണിച്ചു കൊടുത്തു, നീ എടുത്തോ എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി ആ ഒരു തോടിൻ്റെ അരിക്കലിലെ വരമ്പിൽ ഒരു കുന്തി ചാണകം ഇരിക്കുന്ന മാതിരി. അപ്പം ഞാൻ ഓടി തിരക്കി പോവുകയാണ് അത് പെറുക്കാനായിട്ട് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പെട്ട് എന്ന് മനസ്സിലായത്. എന്താണ് കാണിക്കേ? എടുത്തിമ്മ അവിടെ ഉണ്ടോ ചാണകം ഉണ്ടോ? ഇതാടാ ഇവിടെ ഉണ്ട്. എവിടെ? അവിടെ ഉണ്ടെങ്കിൽ എവിടെ? അതാ ഞാൻ ചാണകാന്ന് വിചാരിച്ച ചാണകല്ല, ഒരു കറുത്ത തുണിയാ. മൂഞ്ചി നല്ലോണം ഇല്ലെങ്കിൽ ഒന്ന് അട്ടഹസ്റ്റിയാണ്. പക്ഷെ അത് കേട്ട് ഞങ്ങളുടെ ബോധം പോകുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് മ്യൂട്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടത് നമ്മുടെ വലിയ എഴുത്തിയമ്മേനാണ്. എഴുത്തിയമ്മയുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചാണകം കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈക്കളയും പാടവും കണ്ട് ഞങ്ങൾ ആ പാത്രവും അതുമാതിരി ഞാൻ ബക്കറ്റ് എടുത്തേ. എഴുത്തിയമ്മോളൊക്കെ സുമിയൊക്കെ കവറെടുത്തിട്ടുണ്ട്. അതും തൂക്കി തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് പശുവൊക്കെ ഉള്ളൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചാണകമൊക്കെ ഈ ഒരു തൊടിയിൽ കുറച്ച് പുല്ലും പൊന്തിയൊക്കെ കൂടിയിട്ടുണ്ട്, അവിടെ കോരിയിടും അത്ര. അത് എഴുത്തിയമ്മയ്ക്ക് അറിയാം. എഴുത്തിയമ്മ ചിലപ്പോൾ അവിടെ വന്നിട്ട് ബക്കറ്റിലെടുത്ത് കൊണ്ടുപോകാറുണ്ട് ഇത്രേ മുറ്റത്തൊക്കെ തളിക്കാനായിട്ട്. അപ്പോൾ എഴുത്തിയമ്മ പറഞ്ഞാൽ അവിടെ എവിടെയുണ്ടെന്ന് പോയി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ സംഭവം ഉണ്ട്. അപ്പം നമ്മുടെ എഴുത്തിയമ്മ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ചാണകമൊക്കെ കിട്ടിയേട്ടോ. ഇവിടെ നിന്നിട്ട് എഴുത്തിയമ്മ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു കേട്ടോ വീട്ടിലേക്ക്, ഞങ്ങൾ എടുക്കണ്ടേ ഇവിടുന്ന് കുറച്ച് ചാണകം എന്ന് പോരെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും നോക്കാണ്ട് ആക്രാന്തത്തോടെ ആവേശത്തോടെ ആ ചാണകക്കുഴിയുടെ അവിടെ അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് എൻ്റെ ബക്കറ്റോട് ഇങ്ങനെ മുക്കി എല്ലാവർക്കും കവറിൽ കോരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീട്ടിലുണ്ടല്ലോ എന്ത് വിശേഷം ഉണ്ടായാലും ഈ ചാണകം തേക്കുകയും അങ്ങനെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും സുമിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് തൊട്ട് തലോടെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ മേലെ ആകെ മുഷിങ്ങി ചാണകമാണെങ്കിലും അല്ലെങ്കിൽ അടിച്ചോരുവാണെങ്കിലും എല്ലാം ആവുന്നത് എൻ്റെ മേലായിരിക്കും. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഈ കുട്ടിയായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന്. എവിടെ നമ്മൾ തൊട്ടിട്ടും തലോടിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ മുഷിയുന്ന ആൾ ഞാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എഴുത്തിയമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളതിലും ഇങ്ങോട്ട് 6 അടിയിട്ടാവും കയറി പോരുകയെന്ന്.
ചെറുതിലെയൊക്കെ അറിയാതെ ഒന്ന് ചാണകത്തിൽ ചവിട്ടിയാലോ ചാണകം തൊട്ടാലോ അപ്പോൾ ഞങ്ങൾ പച്ച തൊടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പച്ച കളറിൽ തൊടുക, എന്നാൽ അടി കിട്ടില്ല, ചീത്ത കിട്ടില്ല എന്നൊക്കെയാണ്. പച്ച തൊട്ടിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ മോശമാവുമെന്നാണ് വെപ്പ്. അങ്ങനെയൊക്കെയാണല്ലോ ചെറുതിൽ നമ്മളുടെ ആദ്യം വ്യാധി. മൈനയെ കണ്ട അന്നത്തെ ദിവസം പോയി ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. എന്നൊക്കെ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ. ഇപ്പം ഞാൻ ആലോചിക്കും, എന്തിനാ ആ ബാല്യം അങ്ങനെ ടെൻഷൻ അടിച്ച് നശിപ്പിച്ചേ എന്നുള്ളത്. പക്ഷെ അന്ന് നമുക്കതൊരു വലിയ അനക്കാരിയാണ്. ഇന്ന കഥ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരൂലേ. ബക്കറ്റ് നിറച്ചും ചാണകം എടുത്തിട്ടാണ് ഞാൻ പോണത്. സംഭവം എന്താ വെച്ചാൽ, എന്നാൽ പിന്നെ ഇനി ചാണകം കോരാനായിട്ട് വരണ്ടല്ലോ, എന്തേലും പാടത്തേക്ക് ഇറങ്ങേണ്ടി വരും ദിവസവും ഇത്തിരി മഞ്ഞപ്പൂവൊക്കെ പറിക്കാനായിട്ട്. മഞ്ഞപ്പൂവ് ഡെയിലി പറിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടില്ല. ചാണകം ഡെയിലി കൊണ്ടുവന്നത് അത്ര രസമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഓണം വരത്തേക്ക്, തിരുവോണം വരത്തേക്കല്ലേ നമ്മൾ പൂവിടുള്ളൂ. അപ്പോൾ അന്ന് വരത്തേക്കും നമ്മുടെ തറയിൽ തേക്കാനായിട്ടുള്ള ചാണകം കരുതിയിട്ടുണ്ട് കേട്ടോ. അത്രയൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ പകുതി തറവാട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചാണകമൊക്കെ എടുത്ത് പോകുമ്പോഴേ കൈ തോട്ടുന്നോ പാടത്തെ വെള്ളത്തിൽ എവിടെയെങ്കിലും കഴുകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എടുത്തപ്പോൾ പറഞ്ഞു, തോട്ടിന് കഴുകണേക്കാളും നല്ലത് ആ പാടത്തെ കെട്ടിക്കണ വെള്ളത്തിൽ നിന്ന് കഴുകുകയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി വെള്ളം ഒഴുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ തോടിൻ്റെ ഒരു സൈഡിലായിട്ട് ഹിന്ദിക്കാരിങ്ങനെ വലിയൊരു ബിൽഡിങ് നിറച്ചും താമസിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഓട മുഴുവൻ അതിലോട്ടാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് തോട്ടിലിറങ്ങാനൊക്കെ ഇത്തിരി ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ തോട്ടിലൊന്നും ഇറങ്ങി കൈയും കാലൊന്നും കഴുകിയില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഈ പാടത്തേക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മുടെ അച്ചൂട്ടനാണ്. അപ്പോൾ മൂപ്പരും ഇത് ആദ്യം വീഡിയോ എടുക്കുന്നതും ഒക്കെ കണ്ട് ഏകദേശം ആ രീതിക്കൊന്ന് പഠിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായോ വീഡിയോ എടുത്തൊക്കെ, കണ്ടില്ലേ? വെറൈറ്റി ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു മഞ്ഞപ്പൂവൊക്കെ പശുവിൻ്റെ മുന്നിലിങ്ങനെ കാണിച്ച് വല്ലാത്തൊരു എഡിറ്റിംഗ് വീഡിയോ ആണ് മൂപ്പരെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ എന്തായാലും കൈ കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലിലൊക്കെ അങ്ങോട്ട് കൈ വെച്ച് ഒരതിയിട്ടുണ്ട് തൽക്കാല ആശ്വാസത്തിന്. ഏട്ടൻ്റെ വീട്ടിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. എൻ്റെ വലിയ എഴുത്തുമ്മയ്ക്കൊന്നും സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക ഒന്നും അറിയില്ല. അപ്പോൾ അവരുടെ മകളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. ഇതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കണേ മേമയ്ക്ക്, കമൻ്റ് ഒന്നും ഇടാൻ എഴുത്തുമ്മയ്ക്ക് അറിയില്ല. എന്നാലും മുഴുക്കെ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടോളൂ. പിന്നെ ഇപ്പോൾ വീഡിയോയിലൊന്നും മുഖം കാട്ടാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അവന് അങ്ങനെയാണ്, അവർക്കൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ഒരു ഇടപാടുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിച്ച് വീഡിയോയിൽ നിർത്താൻ പറ്റൂലല്ലോ. അക്കാരണം കൊണ്ട് ഞാൻ അവർ വിദൂരതയിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ചാണകം കൊണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ആകെ ചാണകത്ത് കുളിച്ചായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ തറയുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ആദ്യം കോരി കൊണ്ട തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ണ് തരിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ പോത്തൻ കല്ലുകൾ ആ ഒരു കൊട്ടയുടെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കല്ലും മണ്ണൊക്കെ ഞാനങ്ങനെ പെറുക്കി കളഞ്ഞിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയ്ക്കുക ചെയ്തട്ടോ. സാധാരണ എനിക്ക് ഏട്ടനോ ആദ്യമൊക്കെയാണ് തറയിട്ട് തരാറ്. ഇത്തവണ ഞാൻ ഓർത്തു ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാൻ. എന്നാൽ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ മെയിനായിട്ട് പറയുകയും ചെയ്യാമല്ലോ, ഞാൻ തന്നെയാണ് തറ ഉണ്ടാക്കിയത് ഗെയ്സ്, എൻ്റെ ഹസ്ബൻഡും മക്കളും എന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ അതിന് വേണ്ടിയിട്ടാ. എന്നല്ല, വീഡിയോ കുറച്ച് ലെങ്താവുമല്ലോ എന്നോർത്തിട്ട് ചെയ്തതാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ വലിയ ഹട്ട് വെച്ചിട്ടാണ് തറ ഉണ്ടാക്കിപ്പിക്കാറ്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ തറയാണ് ഇഷ്ടം. അപ്പോൾ പൂവ് ഇങ്ങനെ നിറയെ അതിലിടുമ്പോൾ നല്ല ഭംഗിയല്ലേ. എല്ലാ പ്രാവശ്യവും അത്യാവശ്യം കുറച്ചെങ്കിലും പൂവും നമ്മുടെ വീട്ടിൽ ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂവ് കമ്മിയായിരുന്നു. വലിയ തറ ഉണ്ടാക്കിയിട്ട് പൂവ് ഇടാനില്ലായിട്ട് ആകെ പെട്ടു. എന്നാലും കുറച്ച് കളർ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് ഒപ്പിച്ചു. ഇത്തവണ കളർ ചെടി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ മുന്നേ കൂട്ടി തന്നെ ഞാൻ കുഞ്ഞി തറ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അത്തന്നാൾ മുതൽ തൊട്ട് തിരുവോണം വരത്തേക്കും പൂവൊക്കെ മേടിച്ചിടുന്നത് നമുക്ക് നടക്കാത്ത കാര്യമാണ്. എന്തെങ്കിലും തിരുവോണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇത്തിരി പൂവ് വാങ്ങിക്കും കേട്ടോ. 1-2 ദിവസമൊക്കെ നല്ല ഭംഗിയിൽ ഇടാനുള്ളൊരു പൂതിക്കേ. കുഞ്ഞേ വട്ടുതറയാവുകൊണ്ടേ നമ്മുടെ തറയുടെ 4 പുറമൊക്കെ ഡിസൈൻ ചെയ്ത മാതിരി ഉണ്ട് കേട്ടോ. അതിനിടയ്ക്കൊക്കെ കുറച്ചും കൂടെ മണ്ണ് തേമ്പി ചാണകം പൊത്തിക്കഴിഞ്ഞാൽ അതത്ര തന്നെ ഇങ്ങോട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ പാടത്തു നിന്ന് കുഞ്ഞി സൂര്യകാന്തി പൂക്കൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സൂര്യകാന്തിയെ തോന്നില്ലേ. അപ്പോൾ അത് നമ്മൾ കവറിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ അല്ലേ പൂവിടുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഫ്രഷ്നെസ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടി 2 ഉണ്ട് ഐഡിയ. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ കാണിച്ചു തരുന്നൊരു പരിപാടി ആർക്കെങ്കിലും ഓർമ്മ വന്നോ? വേറൊന്നല്ല,
നല്ല ചേമ്പിൻ്റെ ഇല അങ്ങോട്ട് മുറിച്ചിട്ട് അതിൽ വെച്ചിട്ട് നമ്മുടെ ചെടിയും പൊന്തയൊക്കെയുള്ള ഭാഗങ്ങളുടെ ഉള്ളിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആ ഒരു ഫ്രഷ്നെസ് അതേമാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തേക്ക് ഒന്ന് വലിഞ്ഞോട്ടേ എന്ന് ഓർത്ത് ഇത്തിരി ചാണകം തറയുടെ മുകളിലൊന്ന് എന്താ പറയുക മെഴുകുക എന്നല്ലേ പറയുക, അങ്ങനെ ഒന്ന് 4 പുറം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ തറ ഉണ്ടാക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇപ്പോൾ തറയൊക്കെ വലിഞ്ഞ് നല്ല പാകമായേനെ. പിന്നെ നമുക്ക് ശീലമില്ല, എപ്പോഴും ഇങ്ങനെയാണ്, തലേദിവസമാണ് തറ ഉണ്ടാക്കുന്ന പരിപാടി. ഇനിയിപ്പോൾ പൂവിടാൻ പൂവില്ലെങ്കിലും തറയിടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഓണം വന്നതിൻ്റെ ഒരു ആലഭാരമാണല്ലോ ഉമ്മറത്തൊരു കുഞ്ഞി തറയിടുന്നത്. മേലെ ഇങ്ങനെ ഡാർപ്പായ വെച്ച് കെട്ടിയോണ്ട് മഴ നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ തറയ്ക്ക് കേടൊന്നും സംഭവിക്കില്ല. തറ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടേ തറയുടെ 4 പുറമൊക്കെ ഒന്ന് അടിച്ച് തെളിച്ച് നേരേക്കുകയാണ് കേട്ടോ. നാളെ തൊട്ട് ഇനിയിപ്പോൾ രാവിലെ പൂവൊക്കെ ഇടണ്ടല്ലേ, രാവിലെ മുറ്റടിക്കാനുള്ള സമയം കിട്ടില്ല. നല്ല പനിക്കൊന്നല്ല കേട്ടോ, ഇടയിട്ട് നല്ല കള്ളമടിയാണ്. വഴിപാട് മാറി തന്നെയാണ് മുറ്റൊക്കെ അടിച്ച് തെളിച്ച് നേരേക്കണത്. പിന്നെ ഇപ്പോൾ നാളത്തേക്ക് പൂവിടാൻ പ്രത്യേകിച്ച് നമ്മളടുത്ത് ഒരുപാട് പൂക്കളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പൂവൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും പോയി പൂവ് പൊട്ടിച്ചെടുക്കാനും ഇല്ല. അപ്പോൾ നമ്മൾ പാടത്തുനിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തി പൂക്കളില്ലേ, അതുണ്ടായിരുന്നു. അത് ഞാനൊരു ചേമ്പിൻ്റെ ഇലയിലിട്ടിട്ട് നമ്മുടെ മൂച്ചിയുടെയും ഇതുപോലെ കള്ളിമുൾച്ചെടിയുടെയൊക്കെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇത്തിരി വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂക്കൾക്ക് അതേ ഒരു ഫ്രഷ്നെസ് നമുക്ക് നാളെ രാവിലെയും കിട്ടും. മുല്ലപ്പൂവൊക്കെ തലേദിവസം മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിക്കേ, ശരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ നല്ലതാണ്. മുട്ടുകളിങ്ങനെ ഇത്തിരി വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. പണ്ടൊക്കെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ കാണിച്ചായിരുന്നു കേട്ടോ. ബുഷിൻ്റെ ഉള്ളിലാണ് ഞങ്ങളൊക്കെ കുഞ്ഞിതിൽ പൂക്കളൊക്കെ ശേഖരിച്ച് വെക്കാറ്. ഈ ഒരു ഭാഗം വീഡിയോ ഒക്കെ നമ്മൾ അത്തത്തിൻ്റെ അന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ. രാവിലെ എണീറ്റ് തറയുടെ മുകളിൽ ഇത്രയും കൂടെയും ചാണകമൊക്കെ മെഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ആളെ എണീപ്പിച്ചു പൂവൊക്കെ പെറുക്കാനായിട്ടേ. ഇത് ഉതിർമുല്ല പൂവാണേ. നമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടില്ലേ, അവിടെ ഉതിർമുല്ല മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നിറയെ ഉതിർമുല്ല താത്തി ചാടി കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് പെറുക്കിയെടുക്കാം. നമ്മളിങ്ങനെ ആയിക്കൂടെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ പൂവിനെ ഒന്ന് നശിപ്പിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ് അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാർക്കൊക്കെയും പെറുക്കാനുള്ള പൂക്കൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഉതിർമുല്ല താനെ ഉതിർത്തിയിട്ടിട്ടുണ്ടാവും. ഓണസമയത്ത് ഈ ഉതിർമുല്ല നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ നല്ല ഭംഗിയിൽ പൂവിടൊന്നും വേണ്ട, ഇത് നിരത്തിയിട്ടാൽ തന്നെ തറ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ല, നല്ല ചന്തമുള്ളൊരു പൂവാണ് കേട്ടോ. ഇത് വെച്ച് വേണേൽ നമുക്ക് മുല്ലമാലയൊക്കെ പോലെ കെട്ടി തലയിലൊക്കെ ചൂടാം. നല്ല മണമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് തൈ വെച്ചാലേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഞാനുണ്ടല്ലോ ഇതിൻ്റെ കൊമ്പ് 1-2 തവണ കുത്തിയിട്ടു, എന്നിട്ട് അതങ്ങനെ ഇലയൊന്നും വരാണ്ട് കരിഞ്ഞു പോയി. വീണ്ടും തോറ്റില്ല, വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ 3-4 ട്രൈയിൽ എൻ്റെ ഉതിർമുല്ല തൈ തളിർത്ത് പൊന്തിയിട്ടുണ്ട് കേട്ടോ. പ്രശ്നം എന്താ വെച്ചാൽ കാനലിലാണ് കുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലയൊക്കെ വന്ന് നല്ലോണം പൊന്തിയിട്ടുണ്ട്, പൂവ് അങ്ങോട്ട് ഉണ്ടാവണില്ല. മഹാഗണിയുടെ താഴെയാണ് ഞാൻ കുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മരം മുറിക്കുമ്പോൾ ചിലപ്പോൾ ഉതിർമുല്ല നന്നായിട്ട് ഉണ്ടാവുമായിരിക്കും നമ്മുടെ തൊടിയിലും. ഉണ്ണിയോളെ ഉറക്കത്തിൽ നിന്ന് കുത്തി നീപ്പിച്ചാണ്. ഉറക്കച്ചപ്പ് ഒട്ടും വിട്ടിട്ടില്ല. ഇന്ന് അച്ചൂട്ടന് മലയാളം എക്സാം, ആദ്യക്ക് പിന്നെ ഇല്ല, 2 ദിവസം ഇല്ല, ഇനി തിങ്കളാഴ്ച എക്സാം ഉള്ളൂ. അപ്പോൾ മലയാളം അല്ലേ, അതുകൊണ്ട് രാവിലെ ഒന്നും ഞാൻ എണീക്കുന്നില്ല അമ്മ, എന്നാൽ തന്നെ ഞാൻ കഥയൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം ലേറ്റായിട്ടാണ് മൂപ്പര് നീച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പുഞ്ചിരിച്ചെടിയാണത്. പിന്നെ അവിടെ ഓരോ പൂക്കളല്ലേ ഉള്ളൂ, അതൊന്നും നമ്മൾ പറിച്ചെടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മളടുത്ത് ഇഷ്ടം പോലെ പൂക്കളായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൂക്കളിടാൻ മെയിനായിട്ട് എടുക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ മുക്കുറ്റി അല്ലേ. മുക്കുറ്റിയാണെങ്കിൽ നമ്മളവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മുക്കുറ്റിയും പിന്നെ ഒരു തുളസിയുടെ കതിരും. അത് പിന്നെ നമ്മളുടെ ഒരു ശാസ്ത്രീയ വശമാണ്. അതെന്തിനാണ് വയ്ക്കുന്നത് ഏതിനാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ കുട്ടികളാകുമ്പോഴേ അമ്മ ചാണകമൊക്കെ തറയിൽ തേച്ച് തന്നിട്ട് തറയുടെ നടുക്കായിട്ട് കുറച്ച് ചാണകം ഇങ്ങനെ ഒരു കട്ടയാക്കിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ മുക്കുറ്റിയും അതുപോലെ തുളസിയുടെ കതിരും നമ്മൾ ഏത് പൂവാണ് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് നടുക്ക വെച്ച് തരും. എന്നിട്ട് 4 പുറം ഞങ്ങൾക്ക് എങ്ങനെ വേണം ഇടാം. പക്ഷെ നടുവിൽ ഈ ഒരു മുക്കുറ്റിയും തുളസിക്കതിരും വെക്കണം എന്നുള്ളത് 36 ഒരു നിർബന്ധമായിരുന്നു. ആ കാര്യം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെ പൂവിടാറ് കേട്ടോ. ഉണ്ണികൾക്ക് നടുവിൽ ഞാനത് വെച്ച് കൊടുക്കും, ബാക്കി പിന്നെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിടാം. ഞങ്ങളുടെ പൂപ്പെറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉതിർമുല്ല ഇങ്ങനെ കാറ്റത്ത് തന്നെ പൂക്കൾ ഉതിർത്തി നിലത്ത് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇനി വേറെ ഉള്ളവർക്കും വേണമല്ലോ പൂക്കൾ. അപ്പോൾ നമ്മൾ മരം കുലുക്കുകയോ മരത്തിൻ്റെ ചില്ല പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യണ്ട, നമ്മളതിൽ തൊടുകയോ വേണ്ട, കാറ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉതിർമുല്ല കൊഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെറുക്കൽ കഴിഞ്ഞിട്ട് അപ്പുറമുള്ള ഉണ്ണികളൊക്കെ വന്നിട്ട് പൂവൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ മാതിരിയാണ്, കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പൂക്കളൊന്നും ഇല്ലെങ്കിലും നമ്മളെ അടുത്തുള്ള പൂക്കൾ അപ്പുറത്തുള്ള പൂക്കൾ നമുക്കൊക്കെ തരുന്നുണ്ട്. എഴുത്തിയമ്മയുടെ അടുത്ത് റോസാപ്പൂവും മത്തമ്പൂവും മന്ദാരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും റോസാപ്പൂ മാത്രമേ നമ്മളെ കയ്യിൽ വെച്ചിട്ടുള്ളൂ. മത്തമ്പൂവും നമ്മൾ നമ്മുടെ പാറൂട്ടിക്ക് കൊടുത്തു കേട്ടോ. നമ്മൾ കുഞ്ഞിത്തരല്ലേ, നമുക്ക് അത്ര അധികം പൂക്കളൊന്നും വേണ്ട. പിന്നെ ഫസ്റ്റ് ദിവസമാണല്ലോ, ആ ഒരു പൊലിവിൽ ഉണ്ണിയോട് നമ്മളെ തൊടിയിലുള്ള എല്ലാവിധ പൂക്കളും മൊത്തം എന്താ പറയുക മൊട്ടയടിച്ച മാതിരി പറിച്ചെടുത്തിട്ടുണ്ട്. കാശിത്തുമ്പ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇന്ന് പറിച്ചിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് പറിച്ച് ഇങ്ങനെ ഒരു റൗണ്ട് വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് അവന്മാർക്ക് ഇന്ന് തന്നെ പറിക്കണമെന്ന് ഭയങ്കര വാശി. എൻ്റെ അമ്മ ഫസ്റ്റ് ഡേ അല്ലേ, കാശിത്തുമ്പയൊക്കെ വെക്കണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശിത്തുമ്പേനെ മൊട്ടയടിക്കുകയാണ് രണ്ടും കൂടെ. പണ്ടൊക്കെ ഉണ്ടല്ലോ പൂവിടുമ്പോൾ ഈ കാശിത്തുമ്പയൊക്കെ പല പല നിറത്തിൽ നമുക്ക് കിട്ടൂലേ. ഇതിൻ്റെ ഒരു റോസ്, വെള്ള അങ്ങനെയൊക്കെ. അപ്പോൾ അതന്നെ നമുക്ക് ഇങ്ങനെ റൗണ്ടാക്കി പല പല കളറുകൾ വെച്ചാൽ പൂക്കളം കാണാൻ നല്ല ഭംഗിയാവും. പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ല. ഇതും ഉണ്ട്, നമ്മളെ അടുത്തൊരു ലൈറ്റ് റോസും ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് അത്ര പൂക്കളില്ലേ, നല്ല ഭംഗിയല്ലേ ഈ ഒരു പൂവ് കാണാനായിട്ട്. ഞങ്ങളൊക്കെ ഇതെങ്ങനെ ഇട്ടിരുന്ന അറിയോ, ഇതിൻ്റെ ഈ ഇതളുകൾ പൊട്ടിക്കും, എന്നിട്ട് ഇങ്ങനെ പതിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൂവിടാറില്ല കേട്ടോ. പൂവും കാര്യങ്ങളൊക്കെ അവരെന്നെ ഒരുക്കിയത് കേട്ടോ. രാവിലത്തെ ടിഫൻ്റെ പണികളും തിരക്കുകളും ഉണ്ടായിരുന്നു എനിക്ക് അടുക്കളയിൽ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് ഇടയിൽ പോയി ടിഫൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട്. സാധാരണ ഞാൻ അത്തത്തിൻ്റെ അന്ന് പഴം പുഴുങ്ങാറില്ലാണ്. എൻ്റെയൊക്കെ വീട്ടിൽ അത്തത്തിൻ്റെ അന്ന് മുതൽ തിരുവോണം വരത്തേക്കും പഴം പുഴുങ്ങും കേട്ടോ. രാവിലെ പഴം പുഴുങ്ങിയതും പപ്പടവും ഇവിടെ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ഏട്ടൻ കൊണ്ടുവരാൻ മറന്നു, ഞാൻ പറയാനും മറന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ എന്തായാലും നമുക്ക് രാവിലെ പഴമൊക്കെ ഒന്ന് പുഴുങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ആദിത്യനും അച്ചൂട്ടനും കൂടെ പൂക്കളൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, ഹെൽപ്പ് ചെയ്തിരുന്നു പൂവിടാനായിട്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പുറം വെള്ളപ്പൂവിനെ ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ ചാണകമൊക്കെ അതിൻ്റെ മേലെയാക്കി കുളമാക്കുക. അപ്പോൾ 4 പുറയുള്ള വെള്ളപ്പൂക്കളെയൊക്കെ ഞാൻ ഉതിർമുല്ലപ്പൂക്കളെയൊക്കെ അങ്ങനെ പതിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നടുക മൊത്തം നമ്മുടെ ഉതിർമുല്ല പൂവാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ. അപ്പം ഞാൻ പറയുമായിരുന്നു, ഉണ്ണിയോളെ ഇതൊന്ന് മാത്രമല്ല തിരുവോണം വരത്തേക്കും പൂവിടണം, മിക്ക അടുക്കളയിൽ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെക്കന്മാരുടെ അടുത്ത് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ എല്ലാവരോടും ഞാൻ നല്ലൊരു അത്തത്തിന് ആശംസകളും കൂടെ അറിയിക്കുകയാണ്. ഇത് അത്തത്തിൻ്റെ അന്നല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിറ്റന്നാൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നാണെങ്കിലും പിറ്റന്നാളാണെങ്കിലും ആശംസകൾ എല്ലാവരും സ്വീകരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.